ക്രിസ്തുവിൽ അനുഗ്രഹീതരായ പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ തൻ്റെ സ്വന്തം ജീവനെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സഹനത്തിൻ്റെയും സഹതാപത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും മറ്റൊരു വിശുദ്ധ നോമ്പ് കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഓരോ നോമ്പാചരണവും ഭൗതികമായ ഇഷ്ടങ്ങളെ വർജിക്കുന്നതായിട്ടല്ല, ആത്മീയമായി ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒന്നാകണം. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തിനേയും ഉപേക്ഷിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ നോമ്പും. ഇന്ന് പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നോമ്പ് മാനസാന്തരത്തിൻ്റെ കാലം എന്ന ചിന്ത. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവെഴുത്തുകളെ നാം പഠിക്കുമ്പോൾ യേശു കർത്താവ് നിക്കോദെമസിനോട് പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. മാത്രവുമല്ല, ജഡത്തിലല്ല ആത്മാവിൽ തന്നെ ജനിക്കണമെന്നും പറയുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ ആത്മീയമായി പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയണം. ആത്മീയ ദുഃഖവും ഇനി പാപം ചെയ്യില്ല എന്ന പ്രതിജ്ഞയുമാണ് മാനസാന്തരത്തിൻ്റെ നിർവചനമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയണം. ഇന്നലെ വരെ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരുന്നു എന്നല്ല, നമ്മുടെ ശരീരങ്ങളെ നാം ഈ നോമ്പുകാലത്തിൽ എങ്ങനെ ക്രമീകരിക്കുന്നു എന്നല്ല, നമ്മുടെ മനസ്സ് പൂർണ്ണമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വച്ചുകൊണ്ട് പുതിയൊരു തുടക്കം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നീതിമാന്മാരെ അല്ല, പാപികളെ എത്രേ മാനസാന്തരപ്പെടുത്തുവാൻ ഞാൻ വന്നു എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ വചനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയൊരു തുടക്കത്തിലേക്ക്, പുതിയൊരു ജീവിത പ്രയാണത്തിലേക്ക് നമുക്ക് പോകാം. മാനസാന്തരപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്ക് സഹായകനായി എത്തുന്നത്. ഈ നോമ്പ് ദിനങ്ങളിലൂടെ നേടിയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എല്ലാ നാളും നമ്മുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി മുന്നിലേക്ക് പോകുവാൻ നമുക്ക് കഴിയട്ടെ. അപ്രകാരം പ്രാർത്ഥനയോടെ ഈ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിൽ ഈ വിശുദ്ധ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.